അപ്പോൾ എനിക്കെന്തെങ്കിലും സംഭവിച്ചാലോ? കഴിഞ്ഞ ദിവസം വൈകിട്ട് അവൾ തന്നോട് ചോദിച്ച ചോദ്യം അവൻ്റെ മനസ്സിലേക്ക് വന്നു. നെറ്റിയിൽ കൈവച്ച് തളർന്നവനെ പോലെ അവൻ ആ പള്ളിമുറ്റത്തേക്കിരുന്നു. ചാർലി! പപ്പ അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. അവൻ ദയനീയമായി അയാളെ തിരികെ നോക്കിയതല്ലാതെ മറുപടി ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. അപ്പോഴേക്കും ക്രിസ്റ്റിയും ഋഷുവും ഓടിപ്പിടിച്ച് അങ്ങോട്ടേക്ക് കയറി വന്നു. എടാ ചാർലി, എന്താടാ ഉണ്ടായത്? ക്രിസ്റ്റി അവനെ നോക്കി ചോദിച്ചു. എടാ, എൻ്റെ പെണ്ണും കുഞ്ഞും എൻ്റെ കണ്ണെന്ന് തെറ്റിയപ്പോൾ അവരെവിടേക്കാ പോയത്? ചേർത്ത് പിടിച്ച് കൊണ്ടു നടന്നതല്ലേ ഞാൻ? കൈകളിൽ കൊണ്ട് നടന്നതല്ലേ? എൻ്റെ കണ്ണ് എവിടെയാ പാളിപ്പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അവൻ സങ്കടത്തോടെ ക്രിസ്റ്റിയെ നോക്കി. നീ ഇങ്ങനെ തളർന്നു പോയാലോ ചാർലി? ഇപ്പോൾ തളർന്നു പോവുകയല്ല ചെയ്യേണ്ടത്, ധൈര്യത്തോടെ നിൽക്കുകയാ. അവരെ രണ്ടുപേരെയും നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തണ്ടേ? അപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ ശരിയാവുന്നേ? വാ, എഴുന്നേൽക്ക്. ക്രിസ്റ്റി അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഋഷു, ക്രിസ്റ്റി അവളെ നോക്കി വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഈ മമ്മിയെ കൂട്ടി ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോയിക്കോ. ഞങ്ങൾ വരുന്നത് വരെ മമ്മിക്ക് കാവലായി നീ ഉണ്ടായിരിക്കണം. എന്തുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കണം. അവൻ ഓരോന്നും അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതും മനസ്സിലായി എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. ശേഷം കരഞ്ഞു തളർന്നിരിക്കുന്ന അവരുടെ മമ്മിയുടെ അടുത്തേക്ക് ചെന്നു. പള്ളിയിലുണ്ടായിരുന്ന മമ്മിയുടെ രണ്ട് കൂട്ടുകാരികൾ മമ്മിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആൻറ്റി! ഋഷു വിളിച്ചതും അവർ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. മോളെ, എൻ്റെ മക്കള്, എൻ്റെ കുഞ്ഞ്, അവർ രണ്ടുപേരും എവിടെയൊക്കെ പോയത്? അവർ കൈമലർത്തി കാണിച്ചുകൊണ്ട് ഋഷുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ആൻറ്റി ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കെ, അവർക്കൊന്നും സംഭവിക്കില്ല. നമുക്കവരെ കണ്ടെത്താം. ആൻറ്റി വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അവൾ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു. അവരൊക്കെ എവിടെ? അവരൊന്നും അന്വേഷിക്കാൻ പോകുന്നില്ലേ? ഞാനും അവരോടൊപ്പം പോകാം മോളെ. വീട്ടിൽ പോയാൽ എനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയില്ല. അവർ തിരികെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവർ ചേച്ചിയും കുഞ്ഞിനെ അന്വേഷിച്ച് കണ്ടെത്തും ആൻറ്റി. ആൻറ്റി അവരുടെ കൂടെ പോകുന്നത് സുരക്ഷിതമായിരിക്കില്ല. നമുക്ക് രണ്ടുപേർക്കും കൂടി വീട്ടിലേക്ക് പോകാം. കണ്ടെത്തി അവർ വിളിച്ചു പറയുമല്ലോ. ഇച്ചാനും അങ്കിളും ഒക്കെ അത് തന്നെയാണ് പറയുന്നത്. അവൾ തിരികെ അവരോട് പറഞ്ഞതും അവർ തലയാട്ടി. ഋഷു അവർക്ക് പോകാൻ വേണ്ടി ഓട്ടോ വിളിക്കാൻ റോഡിലേക്ക് ഇറങ്ങി. മമ്മി ചാർലിയുടെ അടുത്തേക്ക് ചെന്നു. മോനെ ചാർലി! അവർ സങ്കടത്തോടെ എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുന്ന അവനെ നോക്കി വിളിച്ചു. മമ്മി വീട്ടിലേക്ക് പോയിക്കോ. ഞങ്ങൾ അവളെ അന്വേഷിക്കാൻ പോവുക. എന്തുണ്ടെങ്കിലും ഞങ്ങളെ ആരെങ്കിലും വിളിക്കണം. ചാർലി അവരെ നോക്കി പറഞ്ഞതും അവർ തലയാട്ടി. മോനെ! അവർ വീണ്ടും അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. മമ്മി ധൈര്യമായിട്ട് പോയിക്കോ. അവൾക്കോ കുഞ്ഞിനോ ഒരു പോറൽ പോലും ഏൽക്കില്ല. ഞങ്ങളല്ലേ പറയുന്നത്? ക്രിസ്റ്റിയും അവരെ സമാധാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. അതെ മമ്മി, ഏട്ടത്തിക്കോ കുഞ്ഞിനോ ഒന്നും സംഭവിക്കില്ല. പുലിക്കളത്തിൽ ആരെങ്കിലും തൊട്ട് കളിച്ചാ അവരുടെ നാശം തുടങ്ങിക്കഴിഞ്ഞു എന്നാ അതിൻ്റെ അർത്ഥം. ഏട്ടത്തിയുടെ പാതിയും ഈ രണ്ട് അനിയന്മാരുള്ള കാലത്തോളം ഏട്ടത്തിയുടെ ദേഹത്ത് ആരും തൊടില്ല. തൊട്ട പിന്നെ അവൻ്റെ കൈ കാണില്ല. റയാൻ ദേഷ്യത്തോടെ അവരോട് പറഞ്ഞു. പള്ളിയിലുള്ള 2-3 പേർ അവർക്ക് ചുറ്റും നിൽപ്പുണ്ടായിരുന്നു. അവരെല്ലാവരും നോക്കി കാണുകയായിരുന്നു ആ സഹോദരങ്ങളുടെ സ്നേഹത്തെ. ഋഷു അപ്പോഴേക്കും ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് വന്നു. അവളും മമ്മിയും കൂടി ഓട്ടോയിലേക്ക് കയറി. ശേഷം വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എവിടെ നിന്ന് തുടങ്ങണമെന്നറിയാതെ കൺഫ്യൂഷനിലിരിക്കുകയാണ് ചാർലി. അവൾക്ക് ചുറ്റും ശത്രുക്കളാണ്. റിൻസി, ആദം, സോണി. അവൻ്റെ മുൻപിൽ ഓരോ മുഖങ്ങളും തെളിഞ്ഞു വന്നു. റിൻസി അവൾക്കെതിരായി എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ സോണി കാണും. സോണി എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ റിൻസിയും. എന്നാൽ ഇതിനൊക്കെ ഒറ്റയാനായി നിൽക്കുന്നത് ആദമാണ്. അങ്ങനെ അവൾക്ക് ചുറ്റും 3 പേരാണ് ശത്രുക്കൾ. ഇതിൽ ആരായിരിക്കും ഇതിന് പിന്നിലെന്ന് അവൻ അറിയില്ലായിരുന്നു. ചാർലി, ഇങ്ങനെ തന്നെ ഇരിക്കാനാണോ നിന്റെ ഉദ്ദേശം? സമയം കടന്നു പോകും തോറും അവരുടെ ജീവന് തന്നെ ആപത്താ. പോയിരിക്കുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല. അതിന് പിന്നിൽ ആദമാണെങ്കിൽ അവൾക്കോ കുഞ്ഞിനോ ഒരു പോറൽ പോലും ഏൽക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം അവൻ ഒരിക്കലും അവരെ തൊട്ട് കളിക്കില്ല. അവരെ നമ്മളിൽ നിന്നും അകറ്റിക്കൊണ്ടു പോകാൻ അവൻ ശ്രമിക്കുമായിരിക്കും, പക്ഷെ ഒരിക്കലും ഉപദ്രവിക്കില്ല. പക്ഷേ ഇതിന് പിന്നിൽ റിൻസിയും സോണിയുമാണെങ്കിൽ കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയായിരിക്കില്ല. അവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. അവർ പെമ്പിള്ളേരാണെങ്കിലും അവർക്ക് പുറകിൽ കരുത്തനായ ശത്രുക്കളുണ്ട്. അറിയാലോ 2 പേരുടെയും അപ്പന്മാരുടെ കാര്യം. അവരെ മുൻപിൽ നിർത്തി പിന്നിൽ കളിക്കുന്നത് അവന്മാരായിരിക്കും. മക്കൾക്ക് വേണ്ടി അന്ധമായ പ്രവൃത്തി ചെയ്യുന്ന ക്രൂരന്മാർ. അതുകൊണ്ട് ഇതിന് പിന്നിൽ ആരാണെന്ന് ആദ്യം കണ്ടെത്തണം. നീ ആദത്തെ ഒന്ന് വിളിക്ക്. ക്രിസ്റ്റി ചാർലിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ തല ഉയർത്തി ക്രിസ്റ്റിയെ നോക്കി. അതേ ചേട്ടായി ആദ്യം അവനെ വിളിക്ക്. അവൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്ക്. എവിടെയാണെന്ന് ചോദിക്ക്. സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നിൽ അവനാണെങ്കിൽ ഒരിക്കലും അവൻ ഫോൺ എടുക്കില്ല. റയാനും പറഞ്ഞതും ചാർലിക്ക് ശരിയാണെന്ന് തോന്നി. അവൻ ഉടനെ തന്നെ ഫോൺ എടുത്ത് ആദത്തിൻ്റെ നമ്പർ എടുത്തു. വർഷങ്ങൾക്ക് ശേഷമാണ് അവനെ താൻ വിളിക്കാൻ പോകുന്നത്. മനസ്സിൽ വിചാരിച്ച് ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് ചാർലി ആ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ആദ്യത്തെ ബെല്ല് മുഴുവൻ അടിച്ചു നിന്നിട്ടും ആദം കോൾ എടുത്തില്ല. അവർക്കെല്ലാവർക്കും സംശയമായി. എല്ലാവരും പരസ്പരം നോക്കി. ചാർലി, അപ്പോ അവനാണോ? പപ്പ സംശയത്തോടെ അവനോട് ചോദിച്ചു. ഇല്ല പപ്പേ, അവരെ 2 പേരെയും എന്നിൽ നിന്നും അകറ്റിക്കൊണ്ടു പോകുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവൻ പലതവണയായി അവളെ കാണാൻ ചെല്ലുമ്പോൾ കുഞ്ഞും അവളും അവനോടൊപ്പം ചെല്ലണമെന്നും അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളായി അവൻ്റെ ശല്യമില്ലാതെ ഇരുന്നതാണ്.
ഒരുപക്ഷെ സൈലന്റ് ആയിട്ട് അവൻ ഇരുന്നത് ഈ ഒരു പ്ലാൻ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ടാണോ? ചാർലി അവന്റെ മനസ്സിൽ തോന്നിയ സംശയം എല്ലാവരോടും പറഞ്ഞു. എങ്കിലിന്ന് അവന്റെ അവസാനമായിരിക്കും. ചാർലി ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി. നമുക്ക് അവന്റെ വീട്ടിലേക്ക് പോകാൻ ചേട്ടായി, റയാൻ ദേഷ്യത്തോടെ പറഞ്ഞു. അവരും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. ശേഷം അവരെല്ലാവരും കൂടി കാറിൽ കയറി ആദത്തിന്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. പെട്ടെന്നാണ് ചാർലിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. ആരാണെന്നുള്ള സംശയത്തോടെ അവൻ കോൾ എടുത്തു. ശേഷം ഫോണിലേക്ക് നോക്കിയതും ആദമായിരുന്നു. ആദമാണ് എല്ലാവരെയും നോക്കി പറഞ്ഞതിന് ശേഷം അവൻ ഫോൺ എടുത്തു. ഹലോ. ചാർലി ദേഷ്യത്തോടെ തന്നെയാണ് പറഞ്ഞത്. എന്താ വിളിച്ചത്? അവനും തിരികെ അതേ കടുപ്പത്തോടെ തന്നെ ചോദിച്ചു. വിളിച്ചത് എന്താണെന്ന് നിനക്കറിയില്ലേ? എൻ്റെ പെണ്ണും കുഞ്ഞും എവിടെ? ലൗഡ് സ്പീക്കറിൽ ഇട്ടുകൊണ്ട് ചാർലി ദേഷ്യത്തോടെ തിരികെ അവനോട് ചോദിച്ചു. ചാർലി അങ്ങനെ ചോദിക്കുന്നത് കേട്ട് മറുവശത്ത് ആദത്തിന്റെ നെറ്റി ചുളിഞ്ഞു. നീ എന്താ ചാർലി പറയുന്നത്? മനസ്സിലാവുന്നില്ല. അവൻ മനസ്സിലാകാത്തതുപോലെ തിരികെ ചോദിച്ചു. മനസ്സിലാകാത്തതാണോ? നീ മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കുകയാണോ? എൻ്റെ പെണ്ണിനും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചാ നീ അവരെ രണ്ടുപേരെയും എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചാ ചാർലി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിനക്കൊന്നും അറിയില്ല ആദം. നീ ഉപേക്ഷിച്ച് കളഞ്ഞതാ അവളെയും കുഞ്ഞിനെയും. അവിടെ നിന്നാ അവരെ രണ്ടുപേരെയും ഞാൻ എൻ്റെ കൈവളെ കൊണ്ട് നടന്നത്. വീണ്ടും നീ തിരികെ വന്നിട്ട് അവരെ എന്നിൽ നിന്നും അകറ്റാൻ നോക്കിയാലുണ്ടല്ലോ, സമനില തെറ്റി നിൽക്കുവാ ഞാൻ. ചാർലി അവനോടായി പറഞ്ഞു. നീ പറയുന്നത് എന്താണെന്നോ നീ ഉദ്ദേശിക്കുന്ന എന്താണെന്നോ എനിക്ക് അറിയില്ല ചാർലി. എനിക്ക് നീ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. ആദം തിരികെ അവനോട് പറഞ്ഞു. അവൻ അങ്ങനെ പറയുന്നത് കേട്ടതും പെട്ടെന്ന് ചാർലിയുടെ കയ്യിൽ നിന്നും ക്രിസ്റ്റി ഫോൺ വാങ്ങി. ആദം, നീ എവിടെയാ ശീതളിനെയും കുഞ്ഞിനെയും കൊണ്ടുപോയിരിക്കുന്നത്? മര്യാദയ്ക്ക് നീ പറയുന്നതായിരിക്കും നിനക്ക് നല്ലത്. അറിയാലോ ഞങ്ങളെ. അവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും സംഭവിച്ചാൽ കൊല്ലാൻ പോലും ഞങ്ങൾ മടിക്കില്ല. ക്രിസ്റ്റി ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. അവനോട് ഇപ്പം സംസാരിച്ചത് ക്രിസ്റ്റിയാണെന്ന് ആദത്തിന് സൗണ്ടിൽ നിന്ന് മനസ്സിലായി. ക്രിസ്റ്റി, നിങ്ങൾ പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പള്ളി നിൽക്കുകയായിരുന്നു. അപ്പോഴാ പതിവില്ലാതെ ചാർലി എന്നെ വിളിക്കുന്നത്. എന്തെങ്കിലും കാരണമില്ലാതെ അവൻ വിളിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആ പള്ളിയിൽ നിന്ന് മാറി നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ സംസാരത്തിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. ശീതളിനും എൻ്റെ കുഞ്ഞിനും എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. ആദം പെട്ടെന്ന് ക്രിസ്റ്റിയോട് മറുപടി പറഞ്ഞു. പെട്ടെന്ന് അവൻ്റെ നാവിൽ നിന്നും എൻ്റെ കുഞ്ഞെന്ന് കേട്ടതും ചാർലി ദേഷ്യത്തോടെ ക്രിസ്റ്റിയെ നോക്കി. ചാർലി അത് കേട്ട് അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ തിരികെ വാങ്ങി. നിന്റെ കുഞ്ഞോ? നിന്റെ കുഞ്ഞാണെന്ന് നിനക്ക് ഇപ്പോഴാണോ തോന്നിയത്? ചാർലി അമർഷത്തോടെ അവനോട് ചോദിച്ചു. ചാർലി, നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നതല്ല വേണ്ടത്. അവരെ രണ്ടുപേരെയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അവർക്ക് രണ്ടുപേർക്കും എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയണം. പെട്ടെന്ന് പപ്പ ബാക്കിൽ ഇരുന്നു കൊണ്ട് ചാർലിയോട് പറഞ്ഞു. നീ ഫോണിങ്ങത്താ. അതും പറഞ്ഞ് പപ്പ അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. ആദം, ഞാൻ പാപ്പനാ, അയാൾ സ്വയം അവനോട് പറഞ്ഞു. എല്ലാവരും അയാളെ അങ്ങനെ തന്നെയായിരുന്നു പണ്ട് മുതലേ വിളിച്ചുകൊണ്ടിരുന്നത്. ആ അങ്കിൾ, ആദം വിളിച്ചു. ആദം, ഒരു വഴക്കുണ്ടാക്കാനോ വാക്ക് തർക്കത്തിനോ വേണ്ടിയിട്ടല്ല നിന്നെ ഇപ്പോൾ വിളിച്ചത്. ഷീതുവിനെയും ഞങ്ങളുടെ കുഞ്ഞിനെയും കാണുന്നില്ല. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പള്ളിയിലേക്ക് വന്നത്. പക്ഷെ ഇറങ്ങിയപ്പോൾ അവരെ മാത്രം കാണുന്നില്ല. നീ അവരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പറയാദം. കുട്ടികളെ കാണാതെ ഞങ്ങൾ അത്രയും വിഷമിച്ചിരിക്കുക. എവിടെ ചെന്ന് അന്വേഷിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോടത് തുറന്നു പറ. ഞങ്ങൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ആദം. അയാൾ സങ്കടത്തോടെ അവനോടായി പറഞ്ഞു. അങ്കിൾ, എൻ്റെ മമ്മിയാണ് സത്യം. എൻ്റെ മമ്മിയെ പിടിച്ച് ഞാൻ ഒരിക്കലും കള്ളസത്യം ചെയ്യില്ല. എനിക്കിതിലൊരു പങ്കുമില്ല. ഞാനിതൊന്നും അറിഞ്ഞിട്ടുമില്ല. ശരിയാ, അവരെ തിരികെ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്ന് കരുതി ഒരിക്കലും അവരെ അപായപ്പെടുത്താനോ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കറിയില്ല. ഞാൻ പള്ളിമുറ്റത്ത് നിന്നാ പറയുന്നേ. എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. അവൻ പറയുന്നത് കേട്ടതും ഒറ്റയ്ക്ക് സത്യമുള്ളതുപോലെ അവർക്ക് തോന്നി. അങ്ങനെ എന്തെങ്കിലും അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്കാകണം. അങ്ങനെയെങ്കിൽ അവർ വിളിക്കുമ്പോഴെങ്കിലും അവനോട് സംസാരിക്കുമ്പോഴെങ്കിലും ഒരു തുമ്പ് കിട്ടിയേനെ എന്നവരോർത്തു. അവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അങ്കിൾ, എൻ്റെ ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാൽ മതി. ഞാനും എൻ്റെ രീതിക്ക് അന്വേഷിച്ച് നോക്കാം, അവൻ മറുപടി പറഞ്ഞു. അപ്പോഴേക്കും ചാർലി അയാളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ഫോൺ കട്ട് ചെയ്തിരുന്നു. ക്രിസ്റ്റി, വണ്ടി എടുക്കുക. ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ക്രിസ്റ്റിയെ നോക്കി ചാർലി പറഞ്ഞു. എങ്ങോട്ടാണെന്ന് പറഞ്ഞ ചാർലി നമ്മൾ വണ്ടി എടുക്കേണ്ടത്? ക്രിസ്റ്റി തിരികെ ചോദിച്ചു. ആദം അല്ലെങ്കിൽ പിന്നെ അവൾക്ക് രണ്ടുപേരാണ് ശത്രുക്കളായിട്ടുള്ളത്. അവളെയും കുഞ്ഞിനെയും എൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് പേരാ ഉള്ളത്. ഒന്ന് റിൻസി, രണ്ട് സോണി. എന്തായാലും റിൻസി ഒറ്റയ്ക്കും സോണി ഒറ്റയ്ക്കും ഒന്നും ചെയ്യില്ല. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഇതിൽ ആരാണെങ്കിലും അവർ രണ്ടുപേരും പരസ്പരം അറിഞ്ഞിരിക്കും. മാത്രമല്ല അവരെ സപ്പോർട്ട് ചെയ്യാൻ തന്തമാരും കൂടെ കാണും. ആ സ്ഥിതിക്ക് ഇനി നമുക്ക് അന്വേഷിക്കാനുള്ളത് സോണിയെ പറ്റിയാണ്. നീ അവളുടെ വീട്ടിലേക്ക് വണ്ടിയെടുക്കുക. ചാർലി അവൻ്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞതും അവർക്കെല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി. അവർ സോണിയുടെ വീട്ടിലേക്ക് കാർ എടുത്തു. അവരുടെ മമ്മിയും കൊണ്ട് വീട്ടിലേക്ക് വന്നു. പിന്നെ റോഷനെയും അവളുടെ പപ്പയും മമ്മിയും ഒക്കെ വിവരം അറിയിച്ചു. അവരെല്ലാവരും തന്നെ ചാർലിയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ചേച്ചി, ഇങ്ങനെ കരയാതിരിക്കുക. അവർക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ദേ, ചേച്ചിക്ക് BP ഒക്കെ ഉള്ളതാ, ടെൻഷൻ ആവല്ലേ. ഋഷുവിൻ്റെ മമ്മി അവരെ സമാധാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ഞാൻ എങ്ങനെയാ എൻ്റെ കുഞ്ഞുങ്ങളെ പറ്റി ഓർത്തിട്ട് സമാധാനമായിട്ടിരിക്കുന്നത്? അവർ രണ്ടുപേരും ഇപ്പം എവിടെയായിരിക്കും ഉള്ളത്? എൻ്റെ ഇസുമോള്, അവൾക്ക് ഒരു വെള്ളം വേണമെങ്കിൽ പോലും അമ്മച്ചി അമ്മച്ചി എന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വരും. എൻ്റെ കുഞ്ഞിനിപ്പോൾ വിശക്കുന്നുണ്ടായിരിക്കും അല്ലേ? അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കണ്ടുനിന്ന എല്ലാവരിലും അത് സങ്കടം ഉളവാക്കിയിരുന്നു.
നീ വിഷമിക്കല്ലേ, അവർക്ക് രണ്ടുപേർക്കും ഒന്നും സംഭവിക്കില്ല. ഋഷു അവരെ സമാധാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ആൻറ്റി, പെട്ടെന്ന് ആൽബി വിളിച്ചു. അത് കേട്ടതും ഋഷു അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഈസു എവിടെ പോയതാ? അമ്മച്ചി എന്തിനാ കരയുന്നേ? ഈസു ഇവിടെ ഇല്ലല്ലോ. സംശയത്തോട് ചോദിച്ചു. അത് കേട്ടതും എല്ലാവരുടെയും കണ്ണുകൾ അവൻ്റെ നേർക്കായി. അവൻ്റെ ചോദ്യം കേട്ടതും ചാർലിയുടെ മമ്മി പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. അത് ഈസു ഒരു സ്ഥലത്ത് വരെ പോയിരിക്കുക മോനെ, ഉടനെ വരും. ഋഷുവിൻ്റെ പപ്പ അവനെ സമാധാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതും അവൻ തലയാട്ടി. ചാർലിയും മറ്റും ദേഷ്യത്തോടെ വലിയൊരു ഇരമ്പലോടെ സോണിയുടെ വീട്ടിലേക്ക് അവരുടെ കാറ് കൊണ്ടുവന്ന് നിർത്തി. ചാർലി അമർഷത്തോടെ കാറിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം കോളിംഗ് ബെൽ അടിച്ചു. സോണിയും അമ്മയും പള്ളിയിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേട്ടതും മരിയ ചെന്ന് വാതിൽ തുറന്നു കൊടുത്തു. അവൾ എവിടെ ആൻറ്റി? ചാർലി ദേഷ്യത്തോടെ മുണ്ട് മടക്കി കുത്തി അവരോട് ചോദിച്ചു. അവള് ഡ്രസ്സ് മാറുമോ മോനെ? എന്തു പറ്റി? അവരുടെ വരവും മുഖത്തെ ദേഷ്യം കണ്ട് അവർ അങ്കലാപ്പോട് ചോദിച്ചു. അയാൾ ഇവിടെ ഇല്ലേ? ക്രിസ്റ്റി സംശയത്തോടെ വീണ്ടും ചോദിച്ചു. ഇല്ല, പള്ളിയിലൊരു മീറ്റിംഗ് ഉണ്ട്, അതിനിരിക്കുക. എന്താ മോനെ കാര്യം? എന്തു പറ്റി? അവർ വീണ്ടും അവനെ നോക്കി. സോണിയെ വിളിക്ക്. ക്രിസ്റ്റി പറഞ്ഞതും അവരാകെ വല്ലാതെയായി പോയിരുന്നു. കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് അവരുടെ വരവിൽ നിന്ന് മനസ്സിലായി. സോണിയെ വിളിക്കാനായി പോകാൻ നിന്നതും സോണി സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നിരുന്നു. ഹാളിൽ നിൽക്കുന്ന അവരെ എല്ലാവരെയും കണ്ടതും സോണി ഒന്ന് പതറി. എൻ്റെ പെണ്ണും കുഞ്ഞും എവിടെയാടി? ചാർലി അലറി. എനിക്കറിയില്ല. അവൾ പെട്ടെന്ന് അവരെ നോക്കി മറുപടി പറഞ്ഞു. നിനക്കറിയില്ലേ? നിനക്കറിയാതെ ഒന്നും നടന്നിട്ടില്ല. മര്യാദയ്ക്ക് പറഞ്ഞോ അവരെവിടെയെന്ന്. അവരുടെ മിസ്സിങ്ങിൻ്റെ പിന്നിൽ ആരാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. ചാർലി അവളുടെ അടുത്തേക്ക് നടന്ന് അമർഷത്തോട് ചോദിച്ചു. എന്താ മോനെ, ശീതളും കുഞ്ഞും എവിടെ പോയി? അവർ ചോദിക്കുന്നത് കേട്ട് മരിയ സംശയത്തോടെ അവരോട് തിരികെ ചോദിച്ചു. ഇല്ല ആൻറ്റി, പള്ളി വെച്ച് അവരെ കാണാതായി. എന്തായാലും ഇവളും പ്രിൻസിയും ഒന്നും അറിയാതെ ഇവിടെ ഒന്നും തന്നെ നടക്കില്ല. അവരെ ആരെന്ത് ചെയ്തു എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. ക്രിസ്റ്റി അവൾക്ക് നേരെ കൈ ചൂണ്ടി. എനിക്കറിയില്ല. എനിക്കറിയാത്ത കാര്യത്തിനെപ്പറ്റി ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടത്? അവളുടെ പഴയ കാമുകൻ്റെ കൂടെ പോയി കാണും. അവൾ അമർഷത്തോടെ അവരോട് പറഞ്ഞതും കവളിൽ റയാന്റെ വിരലുകൾ പതിഞ്ഞതും ഒന്നിച്ചായിരുന്നു. കൈ കുടഞ്ഞുകൊണ്ട് അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഛി, എൻ്റെ ചേട്ടത്തെപ്പറ്റി ഇല്ലാത്തത് പറയുന്നോടി പുല്ലേ. അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. ഒരു നിമിഷം തൻ്റെ മുൻപിൽ വെച്ച് തൻ്റെ മകളെ തല്ലുന്നത് കണ്ട് ആ അമ്മ മനസ്സ് വിങ്ങിപ്പോയി. അയ്യോ മോനെ, അവളെ തല്ലല്ലേ. അവരിടയ്ക്ക് കയറി അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ആൻറ്റി, മര്യാദയുടെ ഭാഷയിലാണ് ഇവളോട് ഞങ്ങൾ ചോദിക്കുന്നത്. എൻ്റെ ഏട്ടത്തെപ്പറ്റി പറയുന്നത് ആരാണെങ്കിലും ഞാൻ വെറുതെ കയ്യും കിട്ടി നോക്കിയിരിക്കില്ല. എൻ്റെ ഏട്ടത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ നിന്റെ കറുത്ത കരങ്ങളുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞാൽ പിന്നെ നീ ജീവനോടെ ഉണ്ടാവില്ല സോണി. എൻ്റെ ഏട്ടത്തിയുടെ പുറകിൽ നടന്ന് നീ ഓരോന്ന് ചെയ്തു കൂട്ടിയപ്പോഴും നിന്നെ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടത് ഞങ്ങൾക്ക് നട്ടലില്ലാഞ്ഞിട്ടല്ല. നീ ഒരു പെണ്ണാണല്ലോ എന്ന് ഓർത്തിട്ടാ. ദേ, ഈ നിൽക്കുന്ന നിന്റെ മമ്മിയെക്കുറിച്ച് ഓർത്തിട്ടാ. എന്ന് കരുതി എന്ത് തോന്നിവാസവും ചെയ്തു കൂട്ടാന്ന് നീ കരുതരുത്. എപ്പോഴും ഞങ്ങൾ അങ്ങനെ ആയിരിക്കില്ല. എൻ്റെ ഏട്ടത്തിക്കോ ഞങ്ങളുടെ കുഞ്ഞിനോ ഒരു പോറലെങ്കിലും ഏറ്റു എന്നറിഞ്ഞാൽ പിന്നെ നീ എഴുന്നേറ്റ് നിൽക്കില്ല സോണി. അവൻ വിരൽ ചൂണ്ടി ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. അവൻ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടത് അവളുടെ ഹൃദയം ശക്തിയായിട്ട് ഇടിക്കാൻ തുടങ്ങി. പറയടി, അവരെവിടെ? ചാർലി അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കറിയില്ല ചാർലി ചാ, അറിയാത്ത കാര്യത്തിനെ പറ്റി ഞാൻ എങ്ങനെയാ പറയേണ്ടത്? അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. കല്ലേ എന്നെ സ്വന്തമാക്കണമെന്ന് പറഞ്ഞ് നടന്നത്. നീ പലപ്പോഴും അവളോട് പറഞ്ഞിട്ടുണ്ട് അവളെ ഇല്ലാതാക്കി നീ എന്നെ സ്വന്തമാക്കുമെന്ന്. എന്നെ നേടാനാണ് നീ ചെയ്തു കൂട്ടുന്നതെങ്കിൽ നീ ഇനി കമഴ്ന്നു കിടന്ന് ശ്രമിച്ചാലും എൻ്റെ മനസ്സിൽ നീ ഉണ്ടാവില്ല സോണി. ചാർലിക്ക് ഈ ജീവിതത്തിൽ ഒരു പെണ്ണേ ഉള്ളൂ, അതെൻ്റെ ഷീതുവ. അവൾക്കിനി എന്ത് സംഭവിച്ചാലും ആ സ്ഥാനത്തേക്ക് വേറെ ഒരുത്തികളും വരില്ല. അതും മോഹിച്ച് എൻ്റെ പെണ്ണിൻ്റെയോ കുഞ്ഞിൻ്റെയോ നേരെ ഒരു ചെറുവിരൽ നീ അനക്കിയെന്ന് ഞാൻ അറിഞ്ഞാൽ നിന്നെ ഇല്ലാതാക്കി നിയമത്തിന് മുൻപിൽ കീഴടങ്ങാൻ ഈ ചാർലിക്ക് ഒരു മടിയുണ്ടാവില്ല. ദേഷ്യത്തോടെ അവളോട് മറുപടി പറഞ്ഞിരുന്നു. നീ അല്ല ഇതിന് പിന്നിലെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും നിനക്കിതിൽ പങ്കുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരിക്കൽ കൂടി ഞാൻ ഇവിടേക്ക് വരും. അപ്പോൾ നിനക്കിതിന് പിന്നിൽ പങ്കുണ്ടെന്ന് തെളിവുകളും ഞങ്ങളുടെ കൂടെ കാണും. അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ സോണി, പുലിക്കളത്തിൽ ആമ്പിള്ളേരെ നിന്നോട് ക്ഷമിക്കില്ല. അന്ന് നിന്റെ ഈ മമ്മിയുടെ മുഖം വരെ ഞങ്ങൾ മറക്കും. ആൻറ്റിക്ക് മകളില്ലെന്ന് ആൻറ്റി മനസ്സിൽ കരുതിക്കോണം, ചാർലി വീണ്ടും പറഞ്ഞു. ശേഷം അവർ 3 പേരും പുറത്തേക്ക് ഇറങ്ങി. പാപ്പൻ മരിയയുടെ അടുത്തേക്ക് ചെന്നു. അവരാകെ പേടിച്ചു വരച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. മരിയ, അയാൾ വിളിച്ചതും അവർ കണ്ണുകൾ നിറച്ചുകൊണ്ട് അയാളുടെ മുഖത്തേക്ക് നോക്കി. നിന്റെ മകളെ നീ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ഇതിന് പിന്നിൽ ഇവളാണെന്ന് അവന്മാർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്റെ മകളെ ജീവനോടെ കാണുമെന്ന് നീ കരുതരുത്. അതുകൊണ്ട് ഇവൾ എന്തെങ്കിലും ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുട്ടികളുടെ മിസ്സിങ്ങിന് പിന്നിൽ എന്തെങ്കിലും ഇവൾക്ക് അറിയാമെങ്കിൽ അത് തുറന്നു പറയാൻ നിന്റെ മകളോട് പറയണം. ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് മകളുണ്ടാവില്ല. അയാൾ അവരെ നോക്കി താക്കീതോടെ പറഞ്ഞതിന് ശേഷം അവിടെ നിന്നും ഇറങ്ങിപ്പോയി. മരിയ നിസ്സഹായതയോടുകൂടി അവിടേക്കിരുന്നു. സോണി കൈകൾ രണ്ടും മുഷ്ടി ചുരുട്ടി പല്ലുകൾ കടിച്ചു.